മണ്ണാർക്കാട് മണ്ഡലത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വലിയ തർക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വന്നിരുന്നു. പ്രാദേശികമായി വലിയ വിവാദങ്ങളാണ്. മണ്ണാർക്കാട് ലീഗിന്റെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ അത് ഒരു ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു. പക്ഷേ ഷംസുദ്ദീൻ എന്ന വ്യക്തി, അദ്ദേഹം മലപ്പുറത്ത് നിന്ന് വന്ന് പാലക്കാട് ജില്ലയിലെ ഈ മണ്ണാർക്കാട് പിടിച്ചെടുത്തതാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി ജയിച്ചു വരുന്ന ഷംസുദ്ദീൻ ഇത്തവണ അടുത്ത വെല്ലുവിളിയുണ്ട്. അത് മറ്റെവിടെ നിന്നുമല്ല, സ്വന്തം പാളയത്തിൽ നിന്നും തന്നെയാണ്. മണ്ണാർക്കാട് ഷംസുദ്ദീൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നതിനെതിരെ വലിയ വികാരമാണ് പ്രാദേശികമായി തന്നെ അവിടെ ഉയർന്നത്. പക്ഷേ ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഷംസുദ്ദീൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശക്തമായ എതിർപ്പാണ് ഉയർത്തിയത്. മണ്ണാർക്കാട് മുൻ നഗരസഭാ ചെയർപേഴ്സണായ ഫായിദ ബഷീറിനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. ഷംസുദ്ദീൻ മാറിയാൽ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടുകൂടി തന്നെയാണ് അവിടെ ഷംസുദ്ദീൻ തന്നെ മത്സരിക്കട്ടെ എന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം വന്നു എന്നാണ് സൂചന. ഇടതുപക്ഷത്തിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്തി ആ സീറ്റ് നിലനിർത്തി പോരുന്നത് ഷംസുദ്ദീനാണ്. അതുകൊണ്ട് ഷംസുദ്ദീനാണ് അവിടുത്തെ കീ ഫാക്ടർ എന്ന് നേതൃത്വം കരുതുന്നു. 2011 മുതൽ ഷംസുദ്ദീനാണ് മണ്ണാർക്കാടെ പ്രതിനിധാനം ചെയ്യുന്നത്. ഷംസുദ്ദീനും 4ാമതും മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകാനാണ് സാധ്യത. നമുക്ക് നോക്കാം എന്താണ് മണ്ണാർക്കാട്ടെ പ്രതിസന്ധി എന്നത്. നമുക്കറിയാം, മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പ്രതിസന്ധി നോക്കൂ. മണ്ണാർക്കാടിൻ്റെ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അവിടെ കഴിഞ്ഞ 3 തവണ മത്സരിച്ച ഷംസുദ്ദീന് സീറ്റ് നൽകരുത് എന്നതാണ് പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്ന വാദം. ആ വാദത്തിന് അവർ മറ്റ് ചില ഘടകങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഷംസുദ്ദീൻ ആ ജില്ലക്കാരനല്ല, ആ മണ്ഡലത്തിലുള്ള വ്യക്തിയല്ല. അങ്ങനെ ഒരാൾ കഴിഞ്ഞ 3 തവണയായി ജയിച്ചു വരും. പക്ഷേ ഇത്തവണ മാറണം, അതല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ ഭാഗത്ത് എതിർവികാരമുണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. പകരം ആർക്ക് സീറ്റ് കൊടുക്കണം? മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ, മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ഫായിദ ബഷീറിനെ അവിടെ മത്സരിപ്പിക്കണമെന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന വാദം. ആ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രാദേശിക വികാരം ഉയർത്തിക്കൊണ്ട് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. മലപ്പുറം ജില്ലക്കാരനാണ് ഷംസുദ്ദീൻ. അതുകൊണ്ട് ഷംസുദ്ദീൻ മണ്ണാർക്കാട് മത്സരിക്കുന്നതിനെതിരെ ഈ പ്രാദേശിക വികാരം ഒരു ശക്തമാണ്. അതായത് മലപ്പുറം സ്വദേശിയായ ഷംസുദ്ദീൻ മണ്ണാർക്കാട് മത്സരിക്കുന്നതിനെതിരെയാണ്, പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ എത്തിയതിനെതിരെയാണ് സമ്മർദ്ദമുണ്ടാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്കും ഈ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് കണ്ട് ഇക്കാര്യം സാദിഖലി തങ്ങളെ നേരിട്ട് കണ്ട് ഈ തങ്ങളുടെ വികാരം അറിയിച്ചിട്ടുമുണ്ട്. ഷംസുദ്ദീൻ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുമെന്ന ഭയമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ ഈ സീറ്റ് ഷംസുദ്ദീൻ തന്നെ മത്സരിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. അതാണ് ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. ഇടതുപക്ഷത്തിൻ്റെ CPI വിജയിച്ചു വന്നിരുന്ന ഒരു സീറ്റ് പിടിച്ചെടുത്തത് ഷംസുദ്ദീൻ വന്നതാണ്. ആ ഒരു രാഷ്ട്രീയ മേൽക്കോയ്മ നിലനിർത്തി പോകാൻ ഷംസുദ്ദീൻ എന്ന വ്യക്തിക്കാണ്. അതായത് സംഘടനാപരമായി UDFന് വലിയ അതീശത്വമൊന്നും അവകാശപ്പെടാനില്ലാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി മികവിലാണ് അവിടെ വിജയിച്ചു വരുന്നത്. അതുതന്നെയാണ് നേതൃത്വത്തെ മാറ്റത്തിന് ഭയപ്പെടുത്തുന്ന ഘടകം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് മണ്ണാർക്കാടിലെ തർക്കം, UDFിനുണ്ടാക്കുന്ന പ്രതിസന്ധി, ലീഗിലുണ്ടാക്കുന്ന പ്രതിസന്ധി വിശദമായി നോക്കാം. CV അനുമോദ് നമുക്കൊപ്പമുണ്ട്. അനുമോദ്, മണ്ണാർക്കാടിലെ തർക്കം പരിഹരിക്കാൻ ലീഗ് നേതൃത്വത്തിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ? ഷംസുദ്ദീൻ തന്നെ അവിടെ തുടരട്ടെ എന്നത് ഒരു ഔദ്യോഗിക നിലപാടായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രഖ്യാപനമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പ്രാദേശികമായ വികാരത്തെ എങ്ങനെ അവർ മറികടക്കും? സജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മണ്ണാർക്കാട് സീറ്റിനെ ചൊല്ലി ഈ ലീഗിനുള്ളിൽ പ്രാദേശികമായിട്ട് വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലീഗിലെ ഒരു വിഭാഗം, അതായത് മുൻ ചെയർമാനായിട്ടുള്ള ഫായിദ ബഷീറിനെ പിന്തുണയ്ക്കുന്ന, ഫായിദ ബഷീർ അവിടുത്തെ കഴിഞ്ഞ തവണത്തെ ചെയർമാനാണ്, ഇത്തവണ അദ്ദേഹം വൈസ് ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ ഉടമ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തവണ മത്സരിപ്പിക്കണമെന്നൊരാവശ്യമാണ് പ്രാദേശികമായിട്ട് ലീഗിൽ നിന്ന് മണ്ണാർക്കാട് ഉയരുന്നത്. കാരണം കഴിഞ്ഞ 3 തവണയായിട്ട് ഷംസുദ്ദീനാണ് അവിടെ ജയിച്ചു പോരുന്നത്. ഷംസുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലക്കാരാണ്, തിരൂർ സ്വദേശിയാണ്. അപ്പോൾ ഇത്തവണ മണ്ണാർക്കാടുള്ള ഒരാൾ തന്നെ മത്സരിപ്പിക്കുന്നൊരാവശ്യം പ്രാദേശികമായിട്ട് വരുന്നത്. അത് ഈ ഫായിദ ബഷീറിൻ്റെ അദ്ദേഹത്തിന് മത്സരിപ്പിക്കണമെന്നൊരു സമ്മർദ്ദം ലീഗിൽ നിന്ന് ഒരു വിഭാഗം ഉയരുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു ആവശ്യം മുൻനിർത്തി പാണക്കാട് നേതൃത്വത്തെ സമീപിക്കുകയും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഷംസുദ്ദീനെ പിന്തുണയ്ക്കുന്ന, അതായത് ഫായിദ ബഷീറിനെതിരെ നിൽക്കുന്ന മറുവിഭാഗവും പാണക്കാട് നേതൃത്വത്തെ ഈ
ഷംസുദ്ദീൻ മാറിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ധരിക്കുന്നത്. അങ്ങനെ ഈ രണ്ടുപേരും നേതൃത്വത്തെ സമീപിച്ചു. തുടർന്നാണ് ഇതിൽ ഷംസുദ്ദീന് അനുകൂലമായിട്ടുള്ള നിലപാട് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2011 ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്തൊരു സീറ്റാണ് മണ്ണാർക്കാട്ടേത്. അവിടെ നമുക്കറിയാം AP വിഭാഗത്തിൻ്റെ വലിയൊരു വെല്ലുവിളി ഉണ്ടായിട്ട് പോലും അതിനെ മറികടന്ന് വിജയിച്ചു വന്ന ചരിത്രമുള്ള ആളാണ് ഷംസുദ്ദീൻ. അങ്ങനെ അത്രയും പോരാടി നേടിയ ഒരു സീറ്റ് ഷംസുദ്ദീൻ അല്ലാതെ മറ്റാർക്കും നിലനിർത്താൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം മണ്ണാർക്കാടിൻ്റെ ഒരു സ്വഭാവം വെച്ച് അത് പരിപൂർണമായിട്ടും ഒരു UDF മണ്ഡലമല്ല. സ്ഥാനാർത്ഥിയുടെ മികവും സ്ഥാനാർത്ഥിയുടെ പരിചയവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളും അവിടെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീനെ ഒഴിവാക്കിയിട്ട് അവിടെ മറ്റൊരാളെ പരീക്ഷിക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാടുള്ള ലീഗിൻ്റെ ഏക സീറ്റ് കൂടിയാണ് മണ്ണാർക്കാട്ടേത്. അപ്പോൾ കൈവശമുള്ള ജില്ലയിലെ ഏക സീറ്റ് വിട്ടുകൊടുക്കുക എന്നത് ലീഗിനെ സംബന്ധിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ വിജയിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. മാത്രമല്ല ഇനി ഷംസുദ്ദീൻ അല്ലെങ്കിൽ ആരെ എന്ന ചോദ്യത്തിൽ പോലും അവിടെ പ്രാദേശികമായിട്ട് പലരുടെയും പേരുകൾ ഉയർന്നു വരാൻ സാധ്യത. ഈ ഫായിദ ബഷീറിനെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം തന്നെ സീറ്റ് മോഹികളുണ്ട് എന്നാണ് മറുവിഭാഗം പറയുന്നത്. അപ്പോൾ ആ ലീഗിൽ ഒരു ആഭ്യന്തര കുഴപ്പമുണ്ടാവുകയും സീറ്റിന് സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു വിധത്തിലാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 3 ടേം എന്ന ഒരു വ്യവസ്ഥ ലീഗ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അങ്ങനെ 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് തീരുമാനമെടുത്താലും അതിൽ കുറേ പേർക്ക് ഇളവ് നൽകാൻ സാധ്യതയുണ്ട്. ആ ഇളവ് നൽകാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഷംസുദ്ദീൻ ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് നേതൃത്വം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഉയർന്ന ഈ ഒരു പ്രശ്നങ്ങൾ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും തുടങ്ങുമ്പോൾ അടങ്ങുമെന്നും ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷംസുദ്ദീൻ തന്നെ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നത്. സജിത്ത്, എന്തായാലും മണ്ണാർക്കാട്ടെ തർക്കത്തിൽ ലീഗ് കാണുന്ന പരിഹാരം അവിടെ ഷംസുദ്ദീൻ തന്നെ മത്സരിക്കട്ടെ എന്നതാണ്. അനുമോദാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും മണ്ണാർക്കാട് ലീഗിൻ്റെ വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്, UDFിൻ്റെ വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. അവിടെ ഇത്തവണ കാര്യമായ പരീക്ഷണത്തിന് പോകാൻ സാധ്യതയില്ല. കാരണം സംസ്ഥാന ഭരണത്തിലേക്ക് തിരികെ വരാൻ കോൺഗ്രസും ലീഗുമൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ മണ്ണാർക്കാട് ചില പ്രാദേശിക തർക്കങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനപ്പുറം സ്ഥാനാർത്ഥിയെ മാറ്റിയുള്ള പരീക്ഷണത്തിന് അവിടെ സാധ്യതയില്ല എന്നതാണ് പൊതുവികാരം. അതാണ് മനസ്സിലാവുന്നത്. നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുകളും ആലോചനകളും അങ്ങനെ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണിപ്പോൾ ആ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ കരുതലോടെ തന്നെയാണ് നേതാക്കൾ നിലപാടെടുക്കുന്നത്. പ്രത്യേകിച്ച് ലീഗ് നേതൃത്വത്തിന് മുന്നിൽ ഏറെ പ്രതിസന്ധികളുണ്ടെങ്കിലും അത് പരിഹരിച്ച് തന്നെ പോകും. അങ്ങനെയെങ്കിൽ ഷംസുദ്ദീൻ തന്നെ ഇത്തവണയും 4ാം തവണയും മണ്ണാർക്കാട് നിന്ന് മത്സരിക്കും. പ്രാദേശികമായും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ആ തരത്തിൽ തന്നെയാണ് ആലോചനകൾ.